UDF അല്ലേ തീരുമാനിക്കേണ്ടത്. UDF കൂടി തീരുമാനിക്കുക അതിൻ്റെ എന്താ തീരുമാനം എന്നുള്ളത്. UDF യോഗം കൂടിയുമ്പോൾ അത്തരം കാര്യങ്ങൾ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നാൽ അപ്പോൾ ആ സമയത്ത് അവരൊരു തീരുമാനം എടുക്കും. അല്ല, അത് അദ്ദേഹം പറഞ്ഞല്ലോ പിന്തുണയാണെന്ന് UDF. നല്ല കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ UDFൻ്റെ ഏകോപന സമിതി കൂടണം, തീരുമാനിക്കണം. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തീരുമാനമെടുക്കണം. ആ രണ്ട് യോഗങ്ങളും തീരുമാനിച്ച് മുന്നോട്ട് പോകും. അല്ല, അത് ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഇത്രയും ഗുരുതരമായൊരു പരാമർശം നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മുഴുവൻ അവഹേളിച്ചുകൊണ്ടാണ്, സ്വാതന്ത്ര്യ സമരത്തെ മുഴുവൻ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് മോഹൻ ഭാഗവത് പറഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ യഥാർത്ഥമായിട്ട് മനസ്സിൻ്റെ ഉള്ളിലെ കാര്യം പുറത്തു വന്നിരിക്കുകയാണ്. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുകൊള്ളാത്ത BJPയും RSSും ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമര സേനാനികളെയും രക്തസാക്ഷികളെയും അപമാനിക്കുന്ന രീതിയിലാണ് പ്രസ്താവന എടുത്തത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം 47 കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനപ്പുറം വലിയൊരു ദേശവിരുദ്ധ പ്രസ്താവന വേറെ എന്താ ഉള്ളത്? തീർത്തും ആൻറ്റി നാഷണലായ സ്റ്റേറ്റ്മെൻറ്റാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. സത്യത്തിൽ കേസെടുക്കേണ്ട പ്രസ്താവനയാണ്, ദേശവിരുദ്ധമായ പ്രസ്താവനയാണ്. അതവരുടെ യഥാർത്ഥ തനിനിറം വിളിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ്. രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ മുഴുവൻ അവഹേളിക്കുന്ന, രക്തസാക്ഷികളെ മുഴുവൻ അപമാനിക്കുന്ന ഈ പ്രസ്താവന, അതിനെക്കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അഭിപ്രായം എന്താണ്? ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞയാണല്ലോ അദ്ദേഹം അധികാരം ഏറ്റെടുത്തത്. അദ്ദേഹം ഭരണഘടനയെക്കുറിച്ച് എല്ലായിടത്തും പറയുന്നുണ്ട്. അപ്പോൾ ഭരണഘടന പോലും തള്ളിപ്പറയുന്ന മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് BJPയുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആര് നടത്തുന്നത് ചർച്ച? കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞങ്ങളിപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച്, ഇലക്ഷനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആരെങ്കിലുമൊക്കെ ചർച്ച നടത്തിയാൽ അത് കോൺഗ്രസിന് ബാധകമായ കാര്യമല്ല. കോൺഗ്രസ് അത്തരമൊരു ചർച്ചയിലോട്ട് പങ്കെടുത്തിട്ടില്ല. അങ്ങനെ പങ്കെടുക്കാൻ ആരും വരികയില്ല.